ോട് ആരാണ് നസ്രാണി ചോദിച്ചു കഴിഞ്ഞാൽ അവര് പലപ്പോഴും വാ പൊളിക്കുന്നതാണ് നമ്മുടെ അനുഭവം. നമ്മുടെ നസ്രാണികളുടെ തന്നെ അനുഭവമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. നസ്രാണി എന്നുള്ള വിശാലമായ അർത്ഥമുണ്ട്. കഴിഞ്ഞ വർഷം കല്ലറങ്ങാട്ട് പിതാവ് ഇവിടെ സംസാരിച്ചപ്പോൾ അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ക്രിസ്ത്യാനി സമം നസ്രാണി ഒരു പര്യായ പദമായിട്ട് അറബി, സെമിറ്റിക് ഭാഷകള്, ഹീബ്രു, അറമായ, സുറിയാനി ഭാഷകളിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് നസ്രാണി. അപ്പൊ ആരാണ് നസ്രാണി എന്ന് ചോദിച്ചാൽ വിശാലമായ അർത്ഥത്തിൽ ക്രിസ്ത്യാനികളാണ് നസ്രാണികൾ. അപ്പോൾ നസ്രാണികൾ എന്നാൽ കേരളത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ മലങ്കരയില്, മലബാറില് നസ്രാണികൾ എന്നുള്ളത് മറ്റ് സമുദായങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് അതിനോട് പൊരുത്തപ്പെടുത്തി ആ ഒരു സംസ്കാരത്തില് ഒരു സമുദായമായിട്ട് കരുതപ്പെട്ടു. യൂറോപ്യൻ മിഷണറിമാര് ഇവിടെ വരുന്നത് വരെ ഇവിടെ ആരൊക്കെയാണോ ക്രിസ്ത്യാനികളായിട്ട് ഉണ്ടായിരുന്നത് അവരെ എല്ലാവരെയും അവരുടെ പിൻഗാമികളായിട്ടുള്ള വിശ്വാസികളെയും സഭകളെയും എല്ലാമാണ് പൊതുവെ നസ്രാണികൾ എന്ന് നമ്മൾ വിളിച്ച് ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും അതിനകത്ത് അടിസ്ഥാനമായിട്ട് പറയാനുള്ളത് ഒന്ന് മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക പാരമ്പര്യമാണ്. രണ്ട്, അതുവഴിയായി തോമാസ് ശ്ലീഹായും യഹൂദ പാരമ്പര്യവും തമ്മിലുള്ള ബന്ധത്തില് ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ തോമാസ്ലിയുടെ വരവിന് മുമ്പ് മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന യഹൂദ ആ വേരുകളുടെ പശ്ചാത്തലത്തില് നമ്മുടെ ഇവിടെ പള്ളികളും ആരാധനാക്രമവും എല്ലാം സുറിയാനിയുമായിട്ട് ബന്ധപ്പെട്ട അതാണ്. അപ്പൊ അങ്ങനെ സുറിയാനി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്രകാരം മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക പാരമ്പര്യവും സുറിയാനി ആരാധനാക്രമവും ആത്മീയതയും ഒക്കെയാണ് നസ്രാണി ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം. ആരൊക്കെ ഇവയൊക്കെ അംഗീകരിക്കുന്നുവോ അവരൊക്കെ നസ്രാണികൾ, ആരൊക്കെ ഇവയെ നിഷേധിക്കുന്നുവോ അവർ നസ്രാണികളല്ല എന്ന് കേരളത്തിലെ ഒരു പശ്ചാത്തലത്തില് നമുക്ക് പറയാം. അതേസമയം നമുക്ക് നമ്മുടെ കൂടെ ജോർജ് പിതാവുണ്ട്, ഉമ്മൻ ജോർജ് പിതാവിനെ ജോർജ് കുട്ടി സാറിന്റെ വലിയ സ്നേഹിതനായ ജോർജ് കുട്ടി സാർ ഫോട്ടോ വിളിച്ചപ്പോൾ ഞാനൊരു നസ്രാണിയാണോ എന്ന് ആ പിതാവ് പറയുകയും ഓരോ സംഭാഷണത്തിലും, കാരണം ഞാൻ പിന്നീട് മനസ്സിലാക്കി, മേലുകാവ് ബിഷപ്പിനെ കണ്ടപ്പോൾ ഫ്രാൻസിസ് പിതാവ് ജോർജ്, അതുപോലെ നമ്മുടെ CSI സഭയിൽ നല്ല രീതിയിൽ സിറിയൻസ് ഉണ്ട്. ഇപ്പോൾ ലത്തീൻ സഭയിൽ ഒരുപാട് സിറിയൻസ് ഉണ്ട്. അതെല്ലാം ഓരോ കാരണങ്ങളും മറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നസ്രാണികളുടെ കൂട്ടായ്മയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് മനസ്സിലാക്കിയിട്ട് മറ്റു ചില പ്രത്യേകതകൾ നമ്മുടെ ക്രൈസ്തവരുടെ ഒത്തിരി സമുദായങ്ങളുണ്ട്. അത് പല സമുദായങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം ആമുഖമായിട്ട്. ലത്തീൻ സമുദായമുണ്ട്, ഗ്രാനായ സമുദായമുണ്ട്, നാടാർ സമുദായമുണ്ട്. അങ്ങനെ പല പല സമുദായങ്ങളിൽ നിന്നും മാർഗം കൂടുന്നവരെല്ലാം നമ്മൾ ആ സമുദായത്തിന്റെ പേരിട്ട് പൊതുവെ ഇനി വേറെ വിളിക്കാറുണ്ട്. കൂടാതെ നമ്മുടെ നാട്ടില് മറ്റു സമുദായങ്ങളുണ്ട്, ക്രൈസ്തവരായിട്ടുള്ളവരല്ലാത്ത സമുദായങ്ങൾ. അങ്ങനെ നമ്മള് സഹവർത്തിത്വത്തിൽ കഴിഞ്ഞിരുന്ന, സാഹോദര്യത്തിൽ കഴിഞ്ഞിരുന്ന, ബൈബിളിൽ കാണുന്ന വലിയൊരു സ്നേഹത്തിന്റെ ആ പ്രായോഗികതകളുമായി നടന്നിരുന്നവരാണ് നസ്രാണികൾ. ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രബലമായിട്ടുള്ള നായർ സമുദായവും അതുപോലെ ഈഴവ സമുദായവും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല കൊടുക്കൽ വാങ്ങലുകളും ഇഴയടുപ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇവയൊക്കെ ചിന്ന ഭിന്നമാക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ പ്രയാസങ്ങൾ ഉടലെടുത്തു വരുന്നു, പ്രതിസന്ധികൾ ഉടലെടുത്തു വരുന്നു. അവിടെയാണ് നമ്മൾ മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഐക്യവും ആ ഒരു സാഹോദര്യവും നമ്മുടെ നാട്ടിൽ നമ്മൾ വീണ്ടും അതിനെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ഒരു ബാഹ്യശക്തികളും ഒരു തരത്തിലുള്ള പുതിയ പ്രതിസന്ധികളും നമ്മളെ തകർക്കരുത് എന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത്. അതുപോലെ നമുക്ക് ചിന്തിക്കാവുന്ന